ജമ്മുകാശ്മീർ ബസ് സ്റ്റാൻഡിൽ രാവിലെ നടന്നത് ഭീകരാക്രമണം എന്ന് സ്ഥിരീകരിച്ചു. ഭീകരാക്രമണം നടത്തിയ ഹിസ്ബുൾ ഭീകരനെ 24 മണിക്കൂറിനകം സേന പിടികൂടുകയായിരുന്നു. ജമ്മു നഗരത്തിലെ ഹൃദയഭാഗത്തുള്ള ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം നടന്നത്. ഇയാൾ എറിഞ്ഞ ഗ്രനേഡ് നിർത്തിയിട്ട ഒരു ബസ്സിനടിയിൽ വീണാണ് പൊട്ടിയത്. തുടർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ജമ്മു ബസ് സ്റ്റാൻഡിൽ ഒരാളുടെ മരണത്തിനും ഇത് ഇടയാക്കി. ഈ ഗ്രനേഡ് ആക്രമണത്തിന് പിന്നിൽ ഭീകര സംഘടനയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു. രാവിലെ ഉണ്ടായ ഗ്രനേഡ് ആക്രമണത്തിൽ 30 പേർക്ക് പരിക്കേറ്റു. 17-കാരനായ ഉത്തരാഖണ്ഡ് സ്വദേശി മുഹമ്മദ് ഷെരീഫാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. പുൽവാമയിൽ രാജ്യം നടുങ്ങിയ ഭീകരാക്രമണം കഴിഞ്ഞ് 3 ആഴ്ച തികയുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നതെന്നും ശ്രദ്ധേയമാകുന്നു. ബസ് സ്റ്റാൻഡിൽ ഗ്രനേഡ് എറിഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് DGP ദിൽബാഗ് സിംഗ് പറഞ്ഞു. യാസിൽ ഭട്ട് എന്നാണ് ഇയാളുടെ പേര്. കുറ്റം ഇയാൾ സമ്മതിക്കുകയും ചെയ്തു. ഹിസ്ബുൾ ജില്ലാ കമാൻഡറാണ് ആക്രമണം നടത്താൻ തന്നെ ചുമതലപ്പെടുത്തിയതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞതായി DGP വ്യക്തമാക്കി. ജമ്മു നഗരത്തിലെ ഹൃദയഭാഗത്തുള്ള ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം നടത്തിയത്. ഇയാൾ എറിഞ്ഞ ഗ്രനേഡ് നിർത്തിയിട്ടിരുന്ന ബസ്സിനടിയിൽ വീണ് പൊട്ടുകയായിരുന്നു. രാവിലെ 11:30 സംഭവം ഉണ്ടായത്. കഴിഞ്ഞ മെയ് മാസം മുതൽ ഇത് 3-ാം തവണയാണ് തീവ്രവാദികൾ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് ഗ്രനേഡ് ആക്രമണം നടത്തുന്നത്. സംഭവം നടന്നയുടൻ പോലീസും ബോംബ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് ചുട്ട മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ ബലാക്കോട്ടിലെ ഭീകരാക്രമണത്തിൽ മിന്നലാക്രമണം നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ ഭീകര സംഘടനകൾ ഇന്ത്യക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. അതേസമയം കശ്മീരിലെ ഹദ്വാരയിൽ സൈന്യവും ഭീകരരും തമ്മിൽ രാവിലെ ഏറ്റുമുട്ടലുണ്ടായി. ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചിരുന്നു. പ്രദേശത്ത് മറ്റു ഭീകരർക്കായുള്ള തിരച്ചിലും തുടർന്നു വരികയാണ്. ഭീകരരുടെ ഒളിത്താവളങ്ങളിൽ നിന്ന് ആയുധങ്ങളും മറ്റ് സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം കശ്മീരിൽ സുരക്ഷാ സേന ഭീകരർക്കായി വ്യാപകമായി തിരച്ചിൽ നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം ഷോപ്പിയാനിൽ സുരക്ഷാ സേന ഭീകരരുടെ താവളങ്ങൾ തകർത്തിരുന്നു. കശ്മീർ പോലീസും രാഷ്ട്രീയ റൈഫിൾസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരരുടെ ഒളിത്താവളങ്ങൾ തകർത്തത്. അതുപോലെ തന്നെ നിയന്ത്രണ രേഖയ്ക്കരികിൽ കൂടുതൽ സൈനികരെ വിന്യസിച്ച പാക് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അഫ്ഗാൻ അതിർത്തിയിൽ നിന്ന് സൈനികരെ പിൻവലിച്ചാണ് കശ്മീർ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത്. മുൻനിര പോസ്റ്റുകളിലാണ് കൂടുതൽ പേരെയും നിയോഗിക്കുന്നത്. വൻതോതിൽ ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും എത്തിക്കുന്നതായി വിവരമുണ്ട്. കൂടുതൽ പ്രകോപനം ഉണ്ടാക്കിയാൽ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് താക്കീത് നൽകിയിട്ടുണ്ട്. ഗ്രാമീണരെ ലക്ഷ്യം വെച്ചാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇരു സേനകളും തമ്മിലുള്ള ഓൺലൈൻ സംഭാഷണത്തിലും സൈനിക നേതൃത്വം ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.